എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ വർഷം നമ്മൾ പബ്ലിക്കലി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വളരെ ചുരുക്കം കുറച്ച് ആൾട്ട് കോയിൻസിന്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോ. ഇപ്പൊ നിലവിലെ എൻ്റെ ഒപ്പീനിയൻ എന്താണ്? ഞാനിപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് ടാർഗറ്റിലോട്ടൊക്കെ എത്താനുള്ള സാധ്യത ഇനിയും നമുക്ക് മുന്നിലുണ്ടോ? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ചാനൽ ലോങ് ടേം ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം, നമ്മൾ ഒരിക്കലും ആൾട്ട് കോയിൻസ് വലിയ രീതിയിൽ പബ്ലിക്കലി റെക്കമെൻഡ് ചെയ്യാത്ത ഒരു കാര്യമാണ്. കാരണം കൂടുതൽ ഹൈലി റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ് ആൾട്ട് കോയിൻസ്. നമ്മളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ ഇതിലും വലിയ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള അഡ്വൈസും കാര്യങ്ങളും എൻട്രി എക്സിറ്റ് ഗൈഡൻസും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം മാത്രമാണ്. അപ്പോൾ നമ്മൾ പബ്ലിക്കലി കൂടുതലും ഇപ്പോൾ ബിറ്റ്കോയിൻ പോലുള്ള അല്ലെങ്കിൽ ബിറ്റ്കോയിൻ പോലെ സേഫ് ആയിട്ടുള്ള, അതേപോലെ തന്നെ ബിറ്റ്കോയിൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ സേഫ് ആയിട്ടുള്ള, എന്നാൽ മറ്റുള്ള അസറ്റ് ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പബ്ലിക്കലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു Q4 നമ്മൾ കുറച്ച് ആൾട്ട് കോയിൻസ് കാര്യങ്ങളെല്ലാം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ആണ് ഇത്. അപ്പോൾ ഈവൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്റ്റോറി ഇട്ട സമയത്തും പല ആളുകളും ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ സൂയി ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ടോ, ആർബിട്രം ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ടോ, ഓപ്റ്റിമസ് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അത്തരത്തിലുള്ള കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. സോ ഈ ഓരോ ടോക്കണുകളുടെയും ഇപ്പം നിലവിലെ എൻ്റെ ഒപ്പീനിയൻ എന്താണ്, അത് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം. സോ ഒന്നാമതായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള പ്രൈസ് പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആണ്. ബിറ്റ്കോയിൻ $2,20,000 ഈ ഒരു ബുൾ മാർക്കറ്റിന്റെ പീക്കിലെത്തും എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇൻഫാക്ട് അതിലും കൂടുതൽ എത്താനുള്ള സാധ്യത നമുക്ക് മുന്നിലുണ്ട്. ഈ ഒരു ബുൾ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ബുൾ മാർക്കറ്റ് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോഴും എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. അത് മെയിനായിട്ട് ETF വന്നത് കാരണം കൊണ്ട്, അതേപോലെ തന്നെ ഈ ഒരു കോർപ്പറേറ്റ് അഡോപ്ഷനും ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡോപ്ഷനും, ഇപ്പോൾ ഈവൻ സോവറൈൻ വെൽത്ത് ഫണ്ട്സ് ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നുണ്ട്. ഈവൻ പല രാജ്യങ്ങളും ബിറ്റ്കോയിനിൽ വലിയ രീതിയിൽ ബുള്ളിഷാണ്. അപ്പോൾ ബിറ്റ്കോയിൻ ഈ ഒരു $2,20,000 എന്തായാലും എത്തും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. മേ ബി അതിലും കൂടുതൽ വരാനുള്ള സാധ്യത പോലും നമുക്ക് മുന്നിലുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ബുൾ മാർക്കറ്റ് കഴിഞ്ഞ ബുൾ മാർക്കറ്റുകൾ പോലെ വലിയ രീതിയിൽ മുകളിലോട്ട് പോകുന്നു, പിന്നെ ഒരു മൾട്ടി ഇയർ ബെയർ മാർക്കറ്റിലോട്ട് പോകുന്നു, പിന്നെയും മുകളിലോട്ട് പോകുന്നു. ആ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. പകരം സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് പോകുന്നത്, കുറച്ച് വലിയ രീതിയിൽ മുകളിലോട്ട് പോകും, പിന്നെ ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു കറക്ഷൻ പീരീഡ് ബെയർ മാർക്കറ്റ്, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും മുകളിലോട്ട് പോകുന്നു. അങ്ങനെ ഒരു സ്ലോവർ ആയിട്ടുള്ള, പക്ഷേ എന്നാൽ മറ്റുള്ള അസറ്റ് ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ അഗ്രസീവ് ആയിട്ടുള്ള റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അസറ്റ് ആയിട്ട് തന്നെ ബിറ്റ്കോയിൻ കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ബിറ്റ്കോയിൻ്റെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ അതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ള ആൾട്ട് കോയിൻസിൽ ഞാൻ ഇതുവരെ നടത്തിയിട്ടുള്ള പ്രൈസ് പ്രഡിക്ഷൻ, മറ്റുള്ള ആൾട്ട് കോയിൻസിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ബിറ്റ്കോയിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബിറ്റ്കോയിൻ ഈ ഒരു ടാർഗറ്റിലോട്ട് എത്തും എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു ആൾട്ട് കോയിൻസ് എത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അല്ലാതെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വലിയ രീതിയിൽ മുകളിലോട്ട് പോവാതെ ആൾട്ട് കോയിൻസ് ഈ ഒരു ടാർഗറ്റിലോട്ട് എത്തും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ നിങ്ങളും ബിറ്റ്കോയിൻ ഈ ഒരു ടാർഗറ്റിലോട്ടൊക്കെ എത്തും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ആൾട്ട് കോയിൻസ് ഈ പറഞ്ഞിട്ടുള്ള ടാർഗറ്റിലോട്ട് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ പ്രൈസ് പ്രൊഡിക്ഷൻ നടത്തിയിട്ടുള്ള, എന്നാൽ ഒരിക്കലും അഡ്വൈസ് ചെയ്യാത്ത ഒരു ടോക്കണാണ് ഇത്തേറിയം. നമ്മൾ ഇൻഫാക്ട് ഇത്തേറിയത്തിൻ്റെ ETF വന്നേ മുതൽക്ക് നമ്മൾ ഇത്തേറിയം സെല്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തേറിയത്തിൽ ബെയറിഷ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് നമുക്ക് തുടക്കം മുതൽക്കേ ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ഇത്തേറിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം മൈക്രോ സ്ട്രാറ്റജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് വളരെ അഗ്രസീവായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈവൻ നമ്മൾ ജൂലൈ മുതലൊക്കെയുള്ള പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്തേറിയത്തിൻ്റെ പ്രൈസ് -45% ആണ്. അതേസമയം മൈക്രോ സ്ട്രാറ്റജിയുടെ പെർഫോമൻസ് ഏകദേശം 130% ആണ് കൂടിയിരിക്കുന്നത് കറന്റ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഇനി ബിറ്റ്കോയിൻ ഒരു $2,00,000 അറ്റ്ലീസ്റ്റ് ഒരു $1.5 പോയാലും മൈക്രോ സ്ട്രാറ്റജിയുടെ പ്രൈസിനെ ഒരിക്കലും ഔട്ട് പെർഫോം ചെയ്യാൻ ഇത്തേറിയത്തിന് ഒരിക്കലും സാധിക്കാനുള്ള ഒരു പ്രോബബിലിറ്റിയും ഇല്ല എന്നുള്ള. മൈക്രോ സ്ട്രാറ്റജി അത്രയും വലിയ രീതിയിൽ ഇത്തേറിയത്തിന് ഔട്ട് പെർഫോം ചെയ്യും എന്നുള്ളതാണ്. സോ ഈ ഒരു പോയിന്റിൽ നിന്നാണ് എന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഇത്തേറിയം ആണെന്നുണ്ടെങ്കിലും മൈക്രോ സ്ട്രാറ്റജി ആണ് എന്നുണ്ടെങ്കിലും, ഇതിൽ ഏറ്റവും ബുള്ളിഷ് ആയിട്ടുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക മൈക്രോ സ്ട്രാറ്റജി ആയിരിക്കും. സോ ഇത്തേറിയത്തിൻ്റെ ഇനിയുള്ള മാസങ്ങളിലാണെന്നുണ്ടെങ്കിലും അതേ ഒരു ഒപ്പീനിയൻ തന്നെയാണ് എനിക്കുള്ളത്. ഇത്തേറിയം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം മൈക്രോ സ്ട്രാറ്റജി ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് മാത്രമല്ല ഇത്തേറിയത്തിൻ്റെ പ്രൈസ് നമ്മൾ ഈ ഒരു $13,600 നമ്മൾ ഇനീഷ്യലി പറഞ്ഞിട്ടുള്ളൊരു ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനുശേഷം നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു പകുതിയിലോട്ടൊക്കെ സ്ലാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിറ്റ്കോയിൻ ഒരു $2,00,000 എത്തുകയാണെന്നുണ്ടെങ്കിൽ മേ ബി മാക്സിമം ഒരു $7,000 എത്താനുള്ള സാധ്യതയാണ്
ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഈവൻ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇത്തരത്തിൻ്റെ ETF കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന ബിറ്റ്വൈസും കാര്യങ്ങളൊക്കെ പറയുന്നത് മാക്സിമം ഒരു $7,000 എത്താനുള്ള സാധ്യതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ടോക്കൺ ആണ് സൊലാന. സൊലാന നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ടോപ്പ് 5 ഏറ്റവും കൂടുതൽ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ ആണ് സൊലാന. ഇപ്പോൾ സൊലാനയുടെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൊലാന ഇപ്പോൾ ഇത്തേറിയം ആയിട്ട് കമ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത്തേറിയം വാലിഡേറ്റേഴ്സ് ഏൺ ചെയ്യുന്നതിൻ്റെ ഡബിൾ റവന്യൂ ആണ്, ഫീസ് റവന്യൂ ആണ് സൊലാന ബ്ലോക്ക് ചെയിനിലുള്ള വാലിഡേറ്റേഴ്സ് ഏൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത്തേറിയത്തിലുള്ള ട്രാൻസാക്ഷൻസിൻ്റെ 50 ഇരട്ടി ട്രാൻസാക്ഷൻ ആണ് സൊലാന നടത്തുന്നത്. അതേപോലെ തന്നെ ഇത്തേറിയത്തിൽ ഉള്ള ആക്റ്റീവ് അഡ്രസ്സിൻ്റെ 15 ഇരട്ടി ആളുകളാണ് സൊലാന യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ റീറ്റെയിൽ അഡോപ്ഷൻ ഉള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതൽ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ ആണ് സൊലാന. അത് വരുന്ന മാസങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇതേ ഒരു കാര്യം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൊലാനയും ഇത്തേറിയം തമ്മിലുള്ള കമ്പാരിസൺ നോക്കിയാൽ മതി. ഇപ്പോൾ 2023 ശേഷം ക്ലിയർ ആയിട്ടുള്ള ഇപ്പോൾ ഇത്തേറിയത്തിന് വലിയ രീതിയിലാണ് സൊലാന ഔട്ട് പെർഫോം ചെയ്യുന്നത്. സോ വരുന്ന മാസങ്ങളിലും ഇതേ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, സൊലാനയുടെ സപ്ലൈ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇത്തേറിയത്തിൻ്റെ 2021 നവംബർ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൻ്റെ ആ ഒരു പീക്ക് ലെവലിൽ നിന്ന് ഇത്തേറിയത്തിൻ്റെ സപ്ലൈയും സൊലാനയുടെ സപ്ലൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു ഈ ഒരു പീരീഡിൽ സൊലാനയുടെ സപ്ലൈ 98% ആണ് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ 303 മില്യൺ ആണ് സൊലാനയുടെ സപ്ലൈ എന്നുണ്ടെങ്കിൽ ഇന്ന് 599 മില്യൺ ആണ്. അപ്പോൾ ഇത്രയും വലിയ രീതിയിൽ സപ്ലൈ ഏകദേശം ഡബിൾ ആയിട്ട് പോലും പ്രൈസ് ഇത്തേറിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ രീതിയിലാണ് അഗ്രസീവായിട്ട് ഔട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ബുൾ മാർക്കറ്റിൽ, ഇപ്പോൾ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ സൊലാന ഒരു ഇത്തേറിയം കില്ലർ ആയിരുന്നു, ഈ ഒരു ബുൾ മാർക്കറ്റിലും ആ ഒരു ടൈറ്റിൽ കണ്ടിന്യൂ ചെയ്യുകയും ഇത്തേറിയത്തിന് വളരെ വലിയ രീതിയിൽ അഗ്രസീവായിട്ട് ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയാണ് സൊലാനയിലുള്ളത്. സോ സൊലാന ഞാനിപ്പോൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ടോക്കൺ തന്നെയാണ്. കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എനിക്ക് തന്നിട്ടുള്ള ഒരു ടോക്കണാണ് സൊലാന. അത് മാത്രമല്ല അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ബിഗിനിങ്ങിലും ഞാൻ ഒരുപാട് സൊലാന ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ വലിയ രീതിയിലൊരു പ്രൈസൊക്കെ മുകളിലോട്ട് പോയപ്പോൾ കുറേ സൊലാനയെല്ലാം ഞാൻ സെല്ല് ചെയ്ത് ഇപ്പോൾ ചെറിയൊരു അലോക്കേഷൻ മാത്രമാണ് എനിക്ക് ഉള്ളത് എന്നുള്ളതാണ്. സോ ഇപ്പോഴും എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. മൂന്നാമതായിട്ടുള്ള ടോക്കണാണ് സുയി. സുയി നമ്മൾ ഒരിക്കൽ പോലും സെല്ല് ചെയ്യാൻ പറയാത്തൊരു ടോക്കണാണ്. നമ്മൾ പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയിലാണ് എന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും സെല്ല് ചെയ്യാൻ പറയാത്തൊരു ടോക്കണാണ്. ഇപ്പോഴും എൻ്റെ ആൾട്ട് കോയിൻ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും കൂടുതൽ അലോക്കേഷൻ ഉള്ള ഒരു ടോക്കണാണ് സുയി. സോ സുയിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ബിഗിനിങ്ങിൽ എന്താണോ പറഞ്ഞത് അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. സുയി ഈസ് ദ ന്യൂ സൊലാന ഫോർ ദിസ് ബുൾ റൺ. കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ എങ്ങനെയാണോ സൊലാന ഒരു ഇത്തേറിയം കില്ലർ ആയിട്ട് ഉണ്ടായിരുന്നത്, അതേപോലെ തന്നെയാണ് ഈ ഒരു ബുൾ മാർക്കറ്റിൽ സുയി ഒരു സൊലാന കില്ലർ ആയിട്ട് ഉള്ളത്. സോ വരുന്ന ഒരു മാസങ്ങളിലും സുയി നല്ല രീതിക്ക് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഞാൻ എൻ്റെ കയ്യിലുള്ള കംപ്ലീറ്റ് സുയി ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ സുയിയുടെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ബിഗിനിങ് മുതൽക്ക് തന്നെ ബിറ്റ്കോയിൻ ഓരോ തവണ താഴോട്ട് പോയിട്ട് മുകളിലോട്ട് വരുമ്പോഴും ഏറ്റവും ആദ്യം റിക്കവർ ചെയ്യുന്ന ടോക്കൺ സുയിയാണ്. അപ്പോൾ ഈവൻ ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു കറക്ഷനിൽ നിന്നും ബിറ്റ്കോയിൻ റിക്കവർ ആയപ്പോൾ ഏറ്റവും വലിയ രീതിയിൽ മുകളിലോട്ട് പോയി ഇപ്പോൾ ഏകദേശം 70% ആണ് കഴിഞ്ഞൊരു 1 വീക്ക് റിട്ടേൺ. ഇപ്പോൾ ബിറ്റ്കോയിൻ ഒരു 7-8% ഒക്കെയാണ് റിട്ടേൺ എന്നുണ്ടെങ്കിൽ ഇതേ ഒരു പീരീഡിൽ മറ്റുള്ള ആൾട്ട് കോയിൻസിൻ്റെ പെർഫോമൻസും സുയിയുടെ പെർഫോമൻസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. ടോപ്പ് 100 ക്രിപ്റ്റോ കറൻസിയിൽ, കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ ടോപ്പ് 100 ക്രിപ്റ്റോ കറൻസിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു വീക്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉള്ള ടോക്കൺ സുയി ആണ് എന്നുള്ളതാണ്. സോ വരുന്ന മാസങ്ങളിലും സുയിയിൽ ഞാൻ വളരെ ബുള്ളിഷ് ആണ്. മേ ബി ഈ ഒരു 5 ടോക്കണിൽ ഏറ്റവും കൂടുതൽ ബുള്ളിഷ് ആയിട്ടുള്ള ടോക്കൺ സുയി ആണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ടാർഗറ്റിൽ മേ ബി ഏറ്റവും ആദ്യം എത്താനുള്ള സാധ്യതയുള്ള ടോക്കണും സുയി ആയിരിക്കും. അടുത്തതായിട്ട് ആർബിട്രും ഒപ്റ്റിമിസം ആണ്. ആർബിട്രും ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ഇത്തേറിയത്തിൻ്റെ ലെയർ 2 ബ്ലോക്ക് ചെയിൻസ് ആണ്. സോ നമ്മൾ ആർബിട്രും ഒപ്റ്റിമിസം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇൻ കേസ് ഇത്തേറിയം വലിയ രീതിയിൽ മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് സാധിക്കുക മേ ബി ആർബിട്രം ഒപ്റ്റിമിസത്തിലായിരിക്കും. കാരണം അത് രണ്ടും ലെയർ 2 ബ്ലോക്ക് ചെയിൻസ് ആണ്. ഇത്തേറിയം മുകളിലോട്ട് പോകുമ്പോൾ ആ ഒരു ട്രെൻഡും ഈ ഒരു ടോക്കണിലോട്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. അപ്പോൾ ഈ ഒരു 2 ടോക്കണും നമ്മൾ ഇപ്പോൾ നിലവിൽ ഹോൾഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഇത്തേറിയത്തിൽ ബെയറിഷ് ആയത് കാരണം കൊണ്ട് തന്നെ ആർബിട്രവും ഓപ്റ്റിമിസത്തിലും ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ആർബിട്രം ആണെന്നുണ്ടെങ്കിലെല്ലാം ഞാൻ ഏകദേശം $1 മുകളിൽ തന്നെ ഒരുപാട് മുന്നേ സെല്ല് ചെയ്ത ഒരു ടോക്കണാണ്.
അപ്പോൾ അത് ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാത്തൊരു ടോക്കണാണ്. നമുക്ക് എയർ ഡ്രോപ്പ് ഒക്കെ കാര്യങ്ങളായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ടോക്കണാണ്. പക്ഷേ എന്നിരുന്നാലും അതൊക്കെ ഓൾറെഡി സെല് ചെയ്തിട്ടുള്ള ടോക്കണാണ്. പക്ഷേ ഇപ്പോഴും നിലവിൽ എന്നോട് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഹോൾഡ് ചെയ്യാനാണ് പറയുള്ളൂ. കാരണം ഇൻ കേസ് ഇത്തേരും മുകളിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു ടോക്കണാണ്. എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തേരത്തിൽ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും TVL കാര്യങ്ങളും ഒക്കെ ഉള്ള ബ്ലോക്ക് ചെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർബിട്രോം ഓപ്റ്റിമിസം ആണ്. ഏറ്റവും കൂടുതലുള്ള ബേസ് ആണ്. പക്ഷേ ബേസിന് ഒരു ടോക്കൺ ഇല്ല. അപ്പോൾ ടോക്കൺ നോക്കാൻ ബ്ലോക്ക് ചെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർബിട്രോം ഓപ്റ്റിമിസം ആണ് എന്നുള്ളതാണ്. സോ എന്തായാലും ഈ പറഞ്ഞ ആൾട്ട് കോയിൻസിൽ ഇപ്പോൾ നിലവിലെ എൻ്റെ ഒപ്പീനിയൻ ആണ് ഈ പറഞ്ഞത്. മേ ബി ഈ ടോക്കണുകളെല്ലാം ഇതിലും നല്ല രീതിക്ക് പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ വലിയ രീതിയിൽ അണ്ടർ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇപ്പോൾ നിലവിൽ എൻ്റെ ഒപ്പീനിയൻ ആണ് പറഞ്ഞത്. സോ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. എന്തായാലും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.